ഷാഡോ ഓഫ് നേച്ചർ കേരളയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചെറുതേൻ നമ്മുടെ വീടുകളിലൊക്കെ എല്ലാവരുടെയും വീടുകളിലൊക്കെ കാണുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ചില വീടുകളിലൊക്കെ ഇതുപോലെ ചെറുതേൻ സെറ്റ് ചെയ്ത് വെക്കും. അതെ, എൻ്റെ പുറകെ കാണുന്ന ഒരു കലത്തിൽ ഞങ്ങൾ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ചെറുതേനുണ്ട്. അപ്പോൾ ചെറുതേൻ എടുക്കുന്നത് മാർച്ച് ഏപ്രിൽ മാസത്തിലൊക്കെയാണ് ചെറുതേൻ എടുക്കുന്നത്. അപ്പോൾ നമ്മളും ചെറുതേൻ എടുക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ കുറേ സ്ഥലത്തൊക്കെ ഞങ്ങൾ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീടിന് 4 സൈഡും ഉണ്ട് ഞങ്ങൾക്ക് ചെറുതേൻ കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ചെറുതേൻ എടുക്കാൻ പോവാണ്. ചെറുതേൻ എടുത്തിട്ട് അത് എങ്ങനെയാണ് നമ്മളത് വൃത്തിയാക്കി എടുക്കുന്നത്, എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. പലരും വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, എങ്കിലും നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണോ ഒന്ന് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്കും വീടുകളിൽ ഇതുപോലെ കലത്തിലൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് ചെറുതേനൊക്കെ സെറ്റ് ചെയ്തെടുത്ത് ചെറുതേന് നല്ല വിലയാണ്, നല്ല വിലയുമാണ്. അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിന് നല്ല ഗുണം നൽകുന്ന ഒരു തേനാണ് ചെറുതേൻ, നല്ല വിലയുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതെല്ലാം താഴെ ഇറക്കി എല്ലാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, തുടക്കം തന്നെ നമ്മൾ ഒരു കലത്തിൽ ഒരു തേനിനെ താഴെ ഇറക്കിയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ബ്രഷോ എന്തെങ്കിലും കൊണ്ട് അതിനെ ക്ലീൻ ചെയ്യണം. അപ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷമാണ് നമ്മളിതിനെ പൊട്ടിക്കുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്തിരിക്കുന്നത് ആദ്യം ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് നല്ലോണം കെട്ടി റെഡിയാക്കിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളതിനെ താഴെ വെച്ചു. അതിനെ കെട്ടിയിരിക്കുന്ന കയറും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ നമ്മളതിനെ അഴിച്ചു മാറ്റിയ ശേഷം അതിൻ്റെ മുകളിൽ ആദ്യമായി ഒരു പ്ലാസ്റ്റിക് ഉണ്ട്, ആ പ്ലാസ്റ്റിക്കിനെ ഇളക്കി കളയാം. പിന്നെ നമ്മുടെ ഈ തേനാണ് ഇതിനെ മെഴുകെന്ന് പറയുന്ന സംഭവമുണ്ട്, അതൊക്കെ വെച്ച് ഇതിനെ ഫില്ല് ചെയ്യും. അപ്പോൾ ഫില്ല് ചെയ്ത് ഭയങ്കര പാടാണ് ഇത് പൊട്ടിച്ചെടുക്കാനും. ആ മെഴുകെന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ അതിനെ വലിച്ചെടുക്കാൻ തന്നെ പറ്റിയ പാടാണ്. എൻ്റെ അച്ഛനാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വലിച്ചെടുക്കാൻ തന്നെ വലിയ പ്രയാസമാണ്. എന്തായാലും നമ്മൾ ആ കവറിനെ കളഞ്ഞു. ഈ ഇരിക്കുന്ന എല്ലാം കറുത്തിരിക്കുന്ന എല്ലാം മെഴുകാണ്. അപ്പോൾ ഈ മെഴുകാണ് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിനകത്ത് വേറെ പ്രാണികളും കാര്യങ്ങളും ഒന്നും കയറാതിരിക്കാൻ വേണ്ടി, അഥവാ വരുവാണെങ്കിൽ അതിലൊട്ട് പിടിക്കും. അപ്പോൾ അതിനുവേണ്ടി അത് ചെയ്യുന്ന ഒരു സേഫ്റ്റിയാണ് ഈ മെഴുക്. അപ്പോൾ ഇതിന് നമുക്ക് ഇനി വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ 2 സ്റ്റീൽ പാത്രവും വേറൊരു പാത്രവും എടുത്തിട്ടുണ്ട്, ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ സ്റ്റീൽ പാത്രം എന്ന് പറഞ്ഞാൽ അതിലോട്ട് നമുക്ക് ഈ കലം വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, താഴെ ഇരിക്കാൻ വേണ്ടി. അതിനുശേഷം നമ്മൾ ഫാൻ ഓണാക്കിയിടണം. എന്ന് വെച്ചാൽ നമ്മളിത് പൊട്ടിക്കും വേണ്ടി ഈച്ചകൾ ശല്യം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്, നമ്മുടെ ചെവിയിലും കണ്ണിലും ഒക്കെ വരും. അപ്പോൾ അതിനെ നമ്മൾ ഫാൻ ഓണാക്കിയിടുക. ഫാൻ ഓണാക്കിയിടുമ്പോഴത്തേന് അത് പറക്കില്ല. അപ്പോൾ അത് അഥവാ നമ്മുടെ ദേഹത്തെങ്ങും പറ്റില്ല, അത് ദേഹത്തൊക്കെ വന്ന് കടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ ഫാൻ ഇട്ടു. ഒരു ഫാനിൻ്റെ കീഴിലാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വേണ്ട കാര്യങ്ങളെല്ലാം ഇതുപോലെ പാത്രങ്ങളും എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ കോപ്പയ്ക്കകത്തോട്ടാണ് നമ്മൾ അരിച്ച് ഇത് ഒഴിക്കുന്നത്. ഒരുപാടൊന്നും കിട്ടത്തില്ല, എങ്കിലും അത്യാവശ്യം നമുക്ക് വീട്ടിലുള്ള ആവശ്യത്തിനൊക്കെ കിട്ടും. അപ്പം നമ്മൾ പൊട്ടിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛനത് പൊട്ടിക്കുകയാണ്. അത്യാവശ്യം നല്ല കട്ടിയാണ് അത് പൊട്ടിച്ചെടുക്കാനൊക്കെ, നല്ല ഒരു ശക്തിയോടെയാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം വലിയ പാടാണ്. അപ്പം ഈ ചക്കയുടെ അരക്ക് പോലാണ് ഇതിൻ്റെ ഈ മെഴുകിയിരിക്കുന്നത്. അപ്പോൾ അതിനെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കണം. അപ്പം നമുക്കത് പൊട്ടിച്ചെടുത്തിട്ട് ബാക്കി കാണാം. അപ്പോൾ നമ്മുടെ തേന് ഏകദേശം ഒന്ന് പൊട്ടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പം ഓപ്പണായി വരുന്നുണ്ട്. കണ്ടോ, ഓപ്പണായിട്ടുണ്ട്. അപ്പോൾ എന്തൊരു ബുദ്ധിമുട്ടാണ് വലിച്ചെടുക്കാൻ വേണ്ടി. ഓപ്പണായിട്ട് വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് തുടക്കത്തിൽ തന്നെ കാണാം അതിൻ്റെ ഈച്ചകളും കാര്യങ്ങളെല്ലാം അതിനെ കാണാം. എന്നിട്ട് ആ കറുത്ത് കാണുന്ന ഈ കൊമ്മള പോലെ ഇരിക്കുന്നതാണ് തേന്. അതാണ് തേനിരിക്കുന്നത്. അതിൽ നമ്മൾ അത്യാവശ്യം ഈ ഈച്ചകൾ സൈഡിലിരിപ്പുണ്ട്. അപ്പോൾ അവിടെയും തേനുണ്ട്. പക്ഷെ ആ തേനിനെ നമ്മൾ എടുക്കില്ല. ആ തേന് അതിന് അത്യാവശ്യമായിട്ട് വേണ്ടതാണത്. എല്ലാം കൂടെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ റാണികളൊന്നും ഇതിനകത്തിരിക്കില്ല, അവർ വേറെ സ്ഥലത്തോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണ്ടി എടുക്കാൻ വേണ്ടി അത്
തേൻ മാത്രമായിട്ട് അതിനടിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ ചെറിയൊരു തവി, ഇതുപോലെ തവിയോ സ്പൂണോ അല്ല ഈ കാണുന്നതാണ്. അപ്പോൾ ഈ മുകളത്ത് നമ്മൾ എന്തായാലും ഒന്നും ചെയ്യില്ല. അത് ഈച്ചയും ഇരിക്കാനുള്ള അതിൻ്റെ ഒരു സ്ഥലമാണ് പണി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിലായിട്ടാണ് തേൻ മാത്രം, അവിടെ ഈച്ചയൊന്നുമില്ല. അപ്പോൾ ആ തേനിനെ നമ്മൾ ഇതുപോലെ തവി കൊണ്ടെടുത്തിട്ട് ഇതുപോലെ ഒരു അരിപ്പയും കൂടെ വെച്ചിട്ട് അതിനകത്തോട്ട് ഇങ്ങനെ നമ്മൾ ഇടുക. അപ്പോൾ ഇട്ട് കഴിയുമ്പം അതിനകത്ത് ആ പൊടിയും കാര്യങ്ങളെല്ലാം പോയിട്ട് തേനായിട്ട് അരിപ്പയുടെ അരിഞ്ഞ് താഴോട്ട് വീഴും. അപ്പോൾ അതാണ് നമ്മൾ അങ്ങനെയാണ് ഇതിനെ എടുക്കുന്നത്. അങ്ങനെ നമുക്കെല്ലാം എടുക്കാം. ഒരുപാട് തേൻ കിട്ടത്തില്ല കേട്ടോ. ചെറുതേൻ എന്ന് പറഞ്ഞാൽ നല്ല വിലയുള്ളൊരു സാധനവുമാണ്. പക്ഷെ അത് കിട്ടിയാൽ നല്ലതുമാണ്. അത്യാവശ്യം നമുക്ക് ഏകദേശം കിട്ടി കേട്ടോ. കുറേ നാളായി നമ്മൾ എടുത്തിട്ട് സമയം കിട്ടിയില്ല. എന്തായാലും എടുത്ത് ഇതുപോലെ തന്നെ നമ്മൾ സെറ്റാക്കി എടുക്കുക. സിമ്പിളാണ് കേട്ടോ ഇതൊക്കെ എടുക്കുന്നത്. പിന്നെ വലിയ എടുക്കുന്ന ആൾക്കാരൊക്കെ ഇതിലും കൂടുതലും ഭംഗിയായിട്ടായിരിക്കും എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന വീട്ടിൽ അറിയാവുന്ന രീതിയിലാണ് നമ്മുടെ വീടുകളിലെല്ലാം എടുക്കുന്നത്. അപ്പോൾ കമ്പനിയിലൊക്കെ ഇതൊക്കെ നല്ല പ്യൂരിഫൈ ആയിട്ട് എടുക്കുന്നുണ്ട്. എങ്ങനെ എടുത്താലും ഇതുപോലെ തന്നെ ചെയ്യാം. ഒരു സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നുമില്ല. ഫ്രഷ് സാധനമാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് മുറിവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്കുണ്ടായി കഴിഞ്ഞാൽ ഇതിൻ്റെ ശകലം എടുത്ത് പുരട്ടി കഴിഞ്ഞാൽ അന്നേരം മുറിവ് ഉണങ്ങുമെന്നാണ് പഴയ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടോ. ഞാനും അങ്ങനെ പുരട്ടിയിട്ടുണ്ട്, ഉണങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടു എന്നും കരുതുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പം നിങ്ങളുടെ വീടുകളിലൊക്കെ ഇതുപോലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക. അത്യാവശ്യം നമ്മുടെ വീടുകളിൽ തന്നെ ചെറുതേൻ എടുക്കാം. നമ്മൾ പുറത്ത് മേടിക്കുമ്പോൾ നല്ല വിലയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിൽ കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, സീ യു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ തേനെല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. എല്ലാം അരിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് തെളിയിക്കാൻ വെക്കണം. എന്ന് വെച്ചാൽ അതിനടിയിൽ പിന്നീടും കാണും ചെറിയ പൊടികളും കാര്യങ്ങളൊക്കെ കാണും. അത് കുറച്ചൊരു 2 മണിക്കൂർ 3 മണിക്കൂർ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ പൊടികളെല്ലാം അടിയിൽ അടിയും. എന്നിട്ട് നമ്മളൊരു കുപ്പിയിലോട്ട് ഇതിനെ ഒഴിച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എത്ര വർഷം വേണേലും ഇരിക്കും കേട്ടോ. ഒരു കുഴപ്പവും വരത്തില്ല. നല്ല തേനാണ്, നല്ല മധുരമുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യം. ഓക്കെ, സീ യു.